കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മദ്യം അടിക്കാനുള്ള സൗകര്യം ഗവൺമെന്റ് ഉണ്ടാക്കി തരണം. തിരക്ക് കുറവാണോ? തിരക്കുണ്ട് ഇവിടെ, വൈകുന്നേരം ഭയങ്കര തിരക്കാ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, സമൂഹത്തിനും ഹാനികരം. എന്നാൽ ഒരു ശരാശരി മലയാളി ഇത് ഒഴിവാക്കുമോ? മദ്യത്തിന് വില കൂടുന്നതിനനുസരിച്ച് മദ്യം കഴിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്താണ് ഇവരുടെ പ്രതികരണം? മേടിക്കോ എത്ര പൈസ കൂട്ടുക അപ്പം എപ്പോഴാണ് ലാസ്റ്റ് മേടിച്ചത്? ഞാനിപ്പോ ഞാൻ കൂട്ടുകാർ 100 രൂപ കൂട്ടിയല്ല ആൾക്കാർ മേടിക്കണ്ട മേടിക്കും, അത്രേ ഉള്ളു. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 soap. മദ്യത്തിന് വില കൂടിയത് ബാധിച്ചിട്ടുണ്ടോ? ഒരു സർവേ നടത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, ബാധിച്ചിട്ടുണ്ട്. എത്ര നിങ്ങൾ പ്രതീക്ഷിച്ച റേറ്റ് കൂട്ടിയിട്ടുണ്ടോ? ഉണ്ട്. അത് കുറപ്പിക്കാനുള്ള ഒരു സമര പദ്ധതികളൊന്നും ഇല്ലേ? സംഘടനയൊന്നും ഇല്ലേ? സമര പദ്ധതി എന്ത് ചെയ്യാനാ, സർക്കാർ വിചാരിക്കുക ചെയ്യുക. എന്നാലും സാധാരണ എല്ലാവരും വരുന്നുണ്ട്. അതെ, വരുന്നുണ്ട്. ലിക്കറിന് റേറ്റ് കൂട്ടിയത് ബാധിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല ചേട്ടാ, ഞാൻ വാങ്ങിക്കാറൊന്നുമില്ല. ഇല്ല, ഞാൻ വാങ്ങിക്കാറില്ലേ, ഞാൻ വല്ലപ്പോഴും വാങ്ങിക്കാറുള്ളൂ. എപ്പോഴാണ് ലാസ്റ്റ് മേടിച്ചത്? ഞാനിപ്പോൾ വാങ്ങിച്ചുള്ളൂ. റേറ്റ് കൂടിയായിട്ട് ഫീൽ ചെയ്തോ? അങ്ങനെ ഞാൻ നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. എത്ര റേറ്റ് കൂടിയാലും വാങ്ങിക്കോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമല്ല, അപ്പോൾ അത് നിർത്തേണ്ട കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നിർത്തേണ്ടതാണ്, നല്ലതാണ്. ഇതിന്റെ മുന്നിൽ ഇരുന്ന് കാണുന്ന ഇപ്പൊ ആൾക്കാർ വരവ് കൂടുതലാണോ? റേറ്റ് കൂട്ടിയാലും ആൾക്കാർ മേടിക്കണ്ട അടിക്കുകയും ചെയ്യും. അടിക്കേണ്ടതിന് അടിക്കും, അത്രേ ഉള്ളു. ഇപ്പൊ ഞാനായാലും മറ്റുള്ളവരായാലും അത്രേ ഉള്ളു. എല്ലാരും ക്യൂവിൽ തന്നെയാണ്. എല്ലാരും ക്യൂവാണ്, ക്യൂ കൂടുള്ളു, കുറയൂല എന്തായാലും, അത്രേ ഉള്ളു. ഞാനിപ്പോ കള്ളു കുടിച്ചേക്കണേ. സത്യസന്ധമായ ചേട്ടൻ പറഞ്ഞു, അത് അത്രേ ഉള്ളു. സത്യസന്ധതയുണ്ട്. ഇഞ്ഞും കൂട്ടിയാൽ 100 രൂപ കൂട്ടിയല്ല ആൾക്കാർ മേടിക്കണ്ട മേടിക്കും, അത്രേ ഉള്ളു. അതിലൊരു ഇതുമില്ല ഞാൻ പറഞ്ഞത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അത് കുറഞ്ഞായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? സത്യസന്ധമായ ഉത്തരം പറയും. ആൾക്കാർ മദ്യം മേടിക്കുന്നതിന്റെ ഒരു കണക്ക് ഇപ്പൊ കൂടുതലാണ്. ഇപ്പൊ പണിയില്ലെങ്കിലും ഇല്ലേ, പണിയില്ലെങ്കിലും ഇപ്പൊ തിരക്ക, ശമ്പളം കുറവാണെങ്കിലും മേടിക്കേണ്ടവർ മേടിക്കും. ഇപ്പൊ ഇച്ചിരി കൂടുതലാണ്. ചോറ് തിന്നില്ലെങ്കിൽ ഇത് കഴിക്കും, ചോറില്ലെങ്കിൽ ഇപ്പൊ മദ്യം കുടിച്ച് കഴിച്ചാലും ആരും ഭക്ഷണം കഴിക്കണില്ല, അത്രേ ഉള്ളു. പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കും. അതെന്ന് വെച്ചാൽ നമ്മെന്ന് വെച്ചാൽ ഇര വിണുങ്ങണം. എത്ര നമ്മൾ കുടിച്ചാലും മദ്യപിച്ചാലും കുടുംബം നോക്കണം, അന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ എന്താ വെച്ചാൽ സംഭവം വെച്ചാൽ ഞാൻ വീട്ടിൽ പൈസ കൊടുത്തിട്ട് എനിക്കുള്ളത് ഞാൻ മേടിക്കണത്. എനിക്കൊരു മോനുണ്ട്, ഒരു പെണ്ണും പുള്ളിയുണ്ട്. ഓക്കെ. പക്ഷെ നമ്മ അവരുടെ വീട്ടിൽ പൈസ കൊടുത്തിട്ടാണ് ഞാൻ കള്ളു കുടിക്കുന്നത്. നമ്മളിവിടെ നിൽക്കുന്ന അറിയാതിരിക്കട്ടെ. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല, മദ്യത്തിന് വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. അതാണ് ഡേഞ്ചർ. അതിവിടെ കുറേ പേരുണ്ട് ഈ കറവള. അത്രേ ഉള്ളു ഞാൻ പറയാം. പക്ഷെ എന്താ എന്തോരം കൂട്ടിയിട്ടും ഒരു കുഴപ്പമില്ല. മദ്യത്തിന് വില കൂട്ടിയപ്പോൾ ആരും സമരവും ഒന്നുമില്ല. കറണ്ട് പൈസ ഇപ്പൊ ചില ആൾക്കാർ ഇവിടെ ഒച്ചമേളമൊക്കെ എടുത്ത്, അത് തന്നെ. ഇപ്പൊ ഗ്യാസിന് വില കുറഞ്ഞ അതിനൊക്കെ സമരം എടുക്കാനുണ്ട്. പക്ഷെ മദ്യത്തിന് വില കൂട്ടിയിട്ട് ഇതുവരെ ആരെങ്കിലും സമരം എടുത്തിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല. അത് തന്നെ എനിക്കും പറയാൻ. പൊതുവെയുള്ള സംഭവം എങ്ങനെയാണ്? ഇവിടെ കൂടിയാണ് വരുന്ന മദ്യപാനം, കുറഞ്ഞാണ് വരുന്നത്? ഇപ്പൊ കൂടിയാണ് വരുന്നത്. അതെ, നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം ജനങ്ങൾ ഇതിലേക്ക് പോകുന്നത് ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. അതായത് കുടുംബം നോക്കാതെ ഇതിന്റെ പുറകെ മാത്രം, ചേട്ടൻ പറഞ്ഞ പോലെ ഇതിന്റെ പുറകെ മാത്രം നോക്കി കുടുംബം നോക്കാതെ പോകുന്നവരെ ഓർക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ടോ? വിഷമം നോക്കിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യമില്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ലേഡീസ് ആയാലും ആരായാലും ഇപ്പൊ ഏത് പാരാത്രിക്ക് ഇവ മരുന്ന്, കഞ്ചാവ് മരുന്ന് എല്ലാം അടിക്കണേ. ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യണത് അവിടെ പെൺപിള്ളേര് ഓപ്പൺ ഇരുന്നിട്ട് ഇത് അടിക്കണം, ബിയർ അടിക്കണം. നമ്മ ഓപ്പണിങ് ആയിട്ട് ബിയർ അടിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ കൊണ്ടുപോകും. പെണ്ണുങ്ങൾ ഒരു കുഴപ്പം, കംപ്ലീറ്റ് ഹോസ്റ്റലാണ് അവിടെ. അവിടെ സിഗരറ്റുകൾ ഒരു കുഴപ്പമില്ല. ഇതെല്ലാം കാലം മാറി. ഇനി ഇതൊരു രക്ഷയില്ല. ഇനി നമ്മുടെ കേരളം പിടിച്ചാൽ കിട്ടൂല, അത്രേ ഉള്ളൂ. പണിക്കാശ് കൂട്ടണം, അതാണ് ബേഡൻ. പണിക്കാശ് കൂട്ടണം, മദ്യത്തിന് വേറെന്ത് പറയാനുണ്ട്? നമ്മൾ അത്യാവശ്യം മദ്യപിക്കുന്നവരാണ്, ഓക്കെ. എങ്കിൽ തന്നെ നമ്മൾ കുടുംബത്തിന് വേണ്ടി പൈസ മാറ്റി വെക്കാറുണ്ടോ? 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 300 രൂപ ഇതിനു വേണ്ടി പോവും. അപ്പോൾ അതിനനുസരിച്ച് പണിക്കാശും കൂട്ടണം. ബാക്കി 700 രൂപ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടോ? പിന്നെ ഉപയോഗിക്കാറുണ്ട്. 300 ഏത് പണിക്കാരനും 300 അടിക്കും. കിടന്നുറങ്ങാൻ വേണ്ടി 300 രൂപ അടിക്കും. അവരോടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അവരെന്താ പറയുന്നത്? അവർ ബാക്കി കാശ് അവരും വീട്ടിൽ കൊടുക്കാറുണ്ടോ, അതോ വേറെ രീതിയിൽ അവർ നശിപ്പിച്ചാളോ? 100-ൽ ഒരു 60% കൊടുക്കും, ബാക്കി 40% ഇതിനടിമയാണ്. ഇത് നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? അത് അവനവൻ്റെ ഇഷ്ടമാണ്. ഇത് എത്ര കൂട്ടിയാലും മേടിക്കാനുള്ള ആൾക്കാരുണ്ടാവും? എത്ര നിർത്തിയാലും, എത്ര കൂട്ടിയാലും, റേറ്റ് എത്ര കൂട്ടിയാലും അത് തിരിച്ച് ബ്ലാക്കിനാലും മേടിക്കും. അതാണ് മദ്യത്തിൽ ലഹരിയാണ്. അത് നിർത്താൻ സർക്കാരിന് ഇതുകൊണ്ട് നേട്ടമല്ലേ ഉള്ളൂ.
ചേട്ടൻ്റെ അഭിപ്രായത്തിൽ പഴയ ആൾക്കാരാണ് കൂടുതൽ കുടിക്കുന്നത്, ഇപ്പോൾ ഉള്ള ജനറേഷനാണ് കൂടുതൽ കുടിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ഇത് എല്ലാവരും കാശുള്ളവർ കുടിക്കും, കാശില്ലാത്തവരെ തണ്ടിയും കുടിക്കും, കടം മേടിച്ചും കുടിക്കും, അങ്ങനെ കുടിച്ച് പോകും. വേറെ അത് സർക്കാരിക്കാണ് നേട്ടം, സർക്കാരിന് നേട്ടം. അപ്പോൾ മദ്യത്തിന് വില കുറക്കുക. ഈ തമിഴ്നാട്ടിൽ ക്വാർട്ടർ 140 ബാംഗ്ലൂരിൽ. ഇവിടെ എത്ര രൂപ? ഇവിടെ 200 കൊടുക്കണം. അത്രയ്ക്ക് കൂടുതലുണ്ട്. പണ്ട് ആന്റണി സർക്കാരുള്ള ഇപ്പോൾ മറ്റേ ചാരാൻ വില കുറവാണ്. തമിഴ്നാട്ടിൽ 130 ഇവിടെ എന്താണ് ഇത് എന്തിട്ടാണ്? ഇവിടെ വീരം കൂടുതലാണ്, അതുപോലെ ഇത് വില കുറക്കുക. സാധാരണക്കാരനായ ഇതാണ് 200 കൊടുക്കണം. ഇപ്പോൾ 220 ക്വാർട്ടറിന് ഇവിടെ 140 രൂപയ്ക്കുള്ളൂ. തമിഴ്നാട്ടിൽ ബാംഗ്ലൂരിലൊക്കെ 70 രൂപ. അങ്ങനെ വില കുറക്കണമെങ്കിൽ അത് നല്ലതാണ്, വീരം കുറക്കുക. കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മദ്യം അടിക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ഉണ്ടാക്കി തരണം. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? അത് പബ്ലിക്കായിട്ട് ഇപ്പോൾ നമ്മൾ മേടിക്കുക, ഒരു ലിക്കർ മേടിക്കുക, ഒരു പൈന് മേടിച്ചു, അല്ലെങ്കിൽ ഓരോ ബുള്ള് മേടിക്കുന്നു, അതുകൊണ്ട് അടിക്കാൻ വേണ്ടി അടിക്കുമ്പോഴത്തേന് നമ്മൾ ഊറ്റി വെക്കുമ്പോഴത്തേന് ഒരു ഗ്ലാസ് ഡിസ്പോസ് ഗ്ലാസ്സോ അല്ലെങ്കിൽ സോഡായോ മേടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേന് അത് അടിക്കുമ്പോഴത്തേനാണ് ഇവർ വന്ന് പിടിക്കുന്നത്. അതിൻ്റെ കൂടെ പൈസ കൊടുക്കേണ്ടി വരും. അതിൻ്റെ കൂടെ പൈസ പെറ്റി കേസ് വരും, 2000 രൂപ അതിൻ്റെ എക്സ്ട്രാ. ഒരു മദ്യം അടിക്കാൻ വേണ്ടി സമ്മതിക്കുന്നവർ അതും കൂടെ സമ്മതിക്കണം. അതും കൂടെ സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. നമ്മൾ അന്നേരം കൊടുത്തില്ലെങ്കിൽ അടുത്ത ദിവസം 2 ദിവസം കഴിയുമ്പോഴത്തേനും വാറണ്ടായി ഇതായി അടയ്ക്കും. എനിക്ക് തന്നെ നിലവിലുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മദ്യം എപ്പോഴും വിഷമാണ്. ആൽക്കഹോളിക് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നും പറഞ്ഞ് ബോർഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. നാം സമൂഹ ജീവിയെങ്കിൽ അത് കുടുംബത്തെ ബാധിക്കത്തില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, മദ്യം മാത്രമല്ലല്ലോ കുടുംബത്തെ ബാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണ്. വേറെ ഔട്ട് സൈഡ് ഉണ്ട്. മദ്യം കാര്യം വിഷമാണെങ്കിലും മദ്യം ചില സമയത്ത് അത് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അടിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പുതിയ സർവേ കാണിക്കുന്നത് ജനങ്ങൾ മദ്യപാനം കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ റേറ്റ് കൂടുന്നതനുസരിച്ച് കൂടുന്ന ഒരു മദ്യപാന ശീലം കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മദ്യപാനവും ഇതുമായിട്ട് റേറ്റ് കൂടിയാലും കുറഞ്ഞാലും യാതൊരു വ്യത്യാസവും ഇല്ല. 200 അല്ലെങ്കിൽ 250 ഉണ്ടെങ്കിലും കൊടുത്ത് മേടിക്കും. ഒരു പെഗ്ഗിനാണെങ്കിൽ ഇപ്പം ബാറിൽ പോയി ഓർണം അടിക്കുന്നത് ഞാൻ വരുന്നു, 200 രൂപ അടിക്കുന്നത് 250 ആണെങ്കിലും മേടിച്ചടിക്കും. अभी रेट तो चलता है ऐसे ही, ज़्यादा चलता है, कभी ज़्यादा चलता है कभी कम चलता है. अभी रेट ज़्यादा थोड़ा ज़्यादा है. हाँ अभी तो रेट ज़्यादा है, पहले से थोड़ा ज़्यादा अभी. और क्या करें, खाना पड़ता है. दोस्त लोग कभी हम लोग कभी खाना पड़ता है, पीना पड़ता है, लेना पड़ता है पैसे के लिए. क्या करेगा. ഞാനിവിടെ വന്നിട്ട് കുറേ കാലമായി. ഇപ്പോൾ ഇവർ മദ്യത്തിന് വില കൂട്ടി എന്ന് പറയുന്നതിനകത്ത് വളരെ ഒരു സങ്കടമല്ല. ഒന്നെങ്കിൽ ഈ മദ്യം നിർത്തണം, അല്ലെങ്കിൽ ഈ മദ്യം നിർത്തണം. ഞാനിപ്പോൾ തന്നെ എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കല്യാണം വരെ കഴിച്ചതാണ്. ഈ മദ്യത്തിലാണ് എൻ്റെ വീട് പോക്കിൽ തന്നെ ഞാൻ വീട് വിട്ട് ഇറങ്ങിയത്. ഉള്ള കാര്യം പറയാം, മദ്യം വില കൂട്ടി. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? റേറ്റ് കൂട്ടിയതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സർക്കാരിൽ തീരുമാനിക്കുന്നത്. അപ്പം ഈ നമ്മളെ തൊഴിലാളികൾ ചെയ്യുന്ന കൂലിക്ക് അതെങ്കിലും കൂലി കൂട്ടണ്ടേ? തൊഴിലാളികൾ കൂലി കൂട്ടുന്നില്ല. അതാരാണ് അതിൻ്റെ ഉത്തരവാദിത്തം? സർക്കാരല്ലേ? അതേപോലെ തന്നെ ബംഗാളികളും ഇഷ്ടം പോലെ. ഞാൻ ഇന്ന് തന്നെ ഓരോ ഇടത്തും പോയി പണി ചോദിച്ചിട്ടും പണി കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഞാനും മദ്യപാനിയാണ്. ശരിയാ, ഈ മദ്യം എന്തിനാണ് ഉണ്ടാക്കുന്നത്? ശരിയാ, ഈ മദ്യം ആരാണ് കണ്ടുപിടിച്ചത്? എന്തിനാണ് ഉണ്ടാക്കുന്നത് ഈ മദ്യം? ശരിയാ, ഈ മദ്യം എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഈ മദ്യം എന്തിന് ഈ വില കൂട്ടുന്നു? മദ്യം എന്തിനുണ്ടാക്കുന്നത്? എന്നാൽ പിന്നെ ഇവർ തന്നെ നിർത്തിയാൽ പോരെ? ഈ ഗവൺമെൻറ് നിർത്തിയാൽ പോരെ? ശരിയാവത്തില്ലേ? എല്ലാം ശരിയാവത്തില്ലേ?